ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വികരടുത്ത് മനോഹരനും പ്രിയയും വന്ന് പറയുകയാണ്, മോള് ജോലിക്ക് പോവണം, മോള് പാർവതി ഇവിടെ ഇല്ല എന്ന് കരുതി നീ വിഷമിച്ചിരിക്കരുത്. ഈ ജോലി നമുക്ക് അത്ര കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. എൻ്റെ സുതിമോൻ്റെ വിലയുണ്ട് ഈ ജോലിക്ക്, അതുകൊണ്ട് മോള് ജോലിക്ക് പോവണം. പാർവതി ഇന്നല്ലെങ്കിൽ നാളെ ഇവിടേക്ക് എത്തും, അല്ലാതെ എവിടെ പോവാനാണ്? അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി ജോലിക്ക് പോവണം, കാരണം ചേച്ചി ഇപ്പോൾ പ്രൊബേഷൻ പീരീഡിലാണ്. അപ്പോൾ ജോലിയിൽ ഇങ്ങനെ ലീവ് എടുത്താൽ അത് ശരിയാവില്ല. അപ്പോൾ ദേവിക പറയണേ, ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല അച്ഛാ, എനിക്ക് സിദ്ധുവിനെ ഒന്ന് കാണണം, അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ മനോഹരൻ പറയാം, എങ്കിൽ ഞാൻ കൂടി വരാം മോളെ. വേണ്ട അച്ഛാ, ഞാൻ തനിച്ചു പോയിക്കോളാം. അപ്പോൾ പ്രിയ പറയണേ, എങ്കിൽ ചേച്ചിയോടൊപ്പം ഞാനുണ്ട്, എനിക്കത് വഴി ഓഫീസിലേക്ക് പോവാലോ എന്നും പറഞ്ഞ് ദേവികയും പ്രിയയും പോവുകയാണ്. പിന്നീട് പൊന്നുമണി നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എന്തായി, അവളുടെ മകൻ സ്റ്റേഷനിലേക്ക് വരുമോ അതോ പേടിച്ച് വരാതിരിക്കുമോ? അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയണേ, എന്തിനാടി ഞങ്ങൾ നിന്നെ പേടിക്കുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീയാണ് ഞങ്ങളോട് ദ്രോഹങ്ങൾ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് നീ പോലീസിൽ പരാതി കൊടുത്തു എന്ന് കരുതി ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. അപ്പോൾ പൊന്നുമണി ആരാണെന്നുള്ളത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെയും ശരവണനെയും പിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ജീവിതകാലം മുഴുവനും ഞാൻ ശരവണനോടൊപ്പം തന്നെ ജീവിക്കും. അപ്പോൾ അമ്മായി പറയണേ, എങ്കിൽ ശരവണനൊത്ത് നീ ഇവിടേക്ക് വന്നാൽ നീ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് നമുക്ക് നോക്കാം. സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ മകനെയും അക്ഷരയെയും ഞാൻ കാണിച്ചു തരാം. ഈ പൊന്നുമണി ആരാണെന്നുള്ളത് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മായി പറയണേ, നീ എത്ര തന്നെ പേടിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ലടേ, ഞങ്ങൾ ഇനി പേടിക്കാനില്ല. ഇല്ല, ഞാൻ കാണിച്ചത് ഇതിൽ കൂടുതൽ നീ എന്ത് കാണിക്കാനാടി? ഇനിയിപ്പോൾ നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ നല്ല അടിയും കിട്ടും എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് പൊന്നുമണിയെ അടിക്കാൻ വേണ്ടി ഓങ്ങിയ ശേഷമാണ് അമ്മായി അകത്ത് പോകുന്നത്. അപ്പോൾ പൊന്നുമണി ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ഇവരെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നേരെ തങ്കച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ് തങ്കച്ചി. അക്ഷരയ്ക്കും ആ മാഷേട്ടനും ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്, അവർക്കെതിരെ എന്നെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് 2 പേർക്കെതിരെയും ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ തങ്കച്ചി പറയണേ, അതൊന്നും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല, നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിലും ഭേദം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. അങ്ങനെ ആവുമ്പോൾ നീ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയും ചെയ്യും. രണ്ടായാലും നിനക്ക് തന്നെയാണ് ഗുണമുണ്ടാവുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തങ്കച്ചി പൊന്നുമണിയെ ഉപദേശിക്കുകയാണ്. തങ്കച്ചി പറഞ്ഞത് കേട്ടപ്പോൾ പൊന്നുമണി പറയണേ, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണല്ലോ, ഇത് തന്നെയാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെയാവുമ്പോൾ 2 തീരുമാനമെടുത്താലും എനിക്ക് ഗുണമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞോളാം തങ്കച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെക്കണം. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് ദേവിക. അപ്പോൾ മുത്തശ്ശി വന്ന് തടയുകയാണ്. നീ എവിടേക്കാടി ഇവിടെ നിന്ന് പോകുന്നത്? ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിട്ടും നിനക്ക് തെണ്ടലിന് ഒരു കുറവുമില്ല. നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീയാണ് കാണാതായിട്ട്, എന്നിട്ടും നിനക്ക് ഇപ്പോഴും കറങ്ങലിന് ഒരു കുറവുമില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇവിടെ മൂലയിൽ കരഞ്ഞുകൊണ്ട് ഇരുന്നേനെ. അപ്പോൾ എന്താ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? ഞാൻ ഒരു മൂലയ്ക്ക് കരഞ്ഞുകൊണ്ട് ഇരിക്കണമെന്നാണോ? എനിക്ക് കരയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാൻ കരഞ്ഞുകൊണ്ട് മൂലയ്ക്കിരുന്നാൽ പോയ അമ്മ തിരിച്ചു വരുമോ? ഇല്ലല്ലോ. മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ മൂലയ്ക്ക് ഇരുന്നോളാം, പക്ഷേ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ മുത്തശ്ശിക്ക് കഴിയോ? എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ എങ്ങനെയാടി കൊണ്ടുവരുന്നത്? അത് തന്നെയാണ് മുത്തശ്ശി ഞാൻ പറയുന്നത്. മുത്തശ്ശി എപ്പോഴും എന്നെയും അച്ഛനെയും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, മുത്തശ്ശിയും അമ്മയും ശ്രമിച്ചിട്ടില്ല. ആ ശരത്ത് പറയുന്നത് മാത്രമാണ് മുത്തശ്ശിയും അമ്മയും കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അവൻ വന്ന് കയറിയ ശേഷം നമ്മുടെ വീട്ടിൽ ഓരോ നാശങ്ങൾ ഉണ്ടായി തുടങ്ങി. പക്ഷേ നിങ്ങൾ അപ്പോഴൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പറയുന്ന വാക്കും വിശ്വസിച്ച് എന്നെ ഉപദ്രവിക്കാനും എന്നെ കുറ്റപ്പെടുത്താനും മാത്രമാണ് അമ്മയും മുത്തശ്ശിയും ശ്രമിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ വീട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇനിയെങ്കിലും അമ്മയും മുത്തശ്ശിയും അവനെ തിരിച്ചറിയണമെങ്കിൽ മാത്രമാണ് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഈ വീടിനും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവൂ എന്നും പറഞ്ഞ് ദേവിക പോവുകയാണ് കേട്ടോ. അപ്പോഴും മുത്തശ്ശി അവളുടെ ഒരു ഉപദേശം, ശരത്തുമോനെ കുറ്റം പറയാൻ എന്താ അവളുടെ ഒരു നാവ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദേവികയെ നോക്കി നിൽക്കുന്നത്. പിന്നീട് പ്രഭാവതി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയോടും ശരത്തിനോടും സംസാരിക്കുകയാണ്. എന്താ മുത്തശ്ശി, ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പാർവതി പോകുന്ന സമയത്ത് ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശിക്ക് തടയാമായിരുന്നില്ലേ? എങ്കിൽ ശരത്തിനെങ്കിലും തടയാമായിരുന്നില്ല. അതിന് അമ്മ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പാർവതി ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു, ഞാൻ തടഞ്ഞു നിർത്തുമായിരുന്നു. അല്ലെങ്കിൽ ഞാനും കൂടി പാർവതിയോടൊപ്പം ഇറങ്ങിപ്പോയേനെ. എങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഈ വീടിന് വന്നിരുന്നില്ല. ശരത്തെ, നിനക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ശരത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ്? അമ്മ രാത്രിയിലാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഞങ്ങളൊക്കെ തടയാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ അമ്മ അതൊന്നും കേൾക്കാൻ
നടക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാണ്? ആ ദേവിക കാരണമാണ് അമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് തന്നെ. അവൾ കാരണം എത്ര പേരാണ് ഈ വീടിന് നഷ്ടപ്പെട്ടത്. എന്നിട്ടും മനോഹരന് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ശരത്ത് പറയണ അച്ഛൻ എന്നാണാവോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്? അപ്പോൾ മുത്തശ്ശി പറയണ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും മനോഹരൻ മനസ്സിലാക്കും. ദേവിക കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കും. അതുവരെ എനിക്ക് ജീവൻ ഉണ്ടായാൽ മതിയായിരുന്നു എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ദേവികയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പ്രഭാവതി ശരത്തിനെ തന്നെ നോക്കുകയാണ്. ദേവിക കാരണമല്ല, എൻ്റെ മകൻ ശരത്ത് കാരണമാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ ശരത്ത് പ്രഭാവതിയോട് ചോദിക്കാൻ, എന്തിനാണാവോ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അതെന്താ ഈ വീട്ടിലെ അവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അമ്മ ഇപ്പോൾ എന്തിനാ ഇവിടേക്ക് വരാൻ വേണ്ടി നിന്നത്? അല്ല, എനിക്ക് നല്ല സംശയമുണ്ട്. പാർവതിയെ കാണാതായതിൻ്റെ പിന്നിലും നീയാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേടാ, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്കറിയാം പാർവതി ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന്. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ. പാവം സ്ത്രീയാണ് പാർവതി. അവളെ നീ കൊന്നു കളയരുത്. അവളുടെ ജീവനെങ്കിലും നീ ബാക്കി വെക്കണം എന്ന് പറയുമ്പോൾ ശരത്തൊന്നങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, അമ്മയ്ക്ക് ഇപ്പോഴും ഈ അമ്മയുടെ മോനെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് ഒന്ന് ചിരിച്ചുകൊണ്ടാണ് ശരത്ത് അകത്ത് പോകുന്നത്. അപ്പോൾ ശരത്തിൻ്റെ ആ ചിരിയിൽ ഒരു കള്ളത്തരമുണ്ട്. ഇവൻ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പ്രഭാവതി ഇരിക്കുന്നത്. എന്നിട്ട് പ്രഭാവതി നേരെ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മനോഹരൻ പ്രഭാവതിയോട് പറയണേ, എനിക്ക് വേണ്ടി ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിഞ്ഞല്ലോ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം. എന്താണാവോ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളുടെ മകൻ ശരത്തിനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും ഇനി നിങ്ങൾക്ക് കാണേണ്ടി വരിക. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞിട്ടും എന്നോട് ചോദിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ പ്രഭാവതി പറയണ, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകൻ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകനും ഒരു മകളും ഒന്നും ഇല്ലല്ലോ. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അവസ്ഥയ്ക്ക് ഈ ഗതിയിൽ വരുത്തിയത് അത് ശരത്താണ്. എൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ശരത്താണ്. അതുകൊണ്ട് ഒരിക്കലും അവനോട് ഞങ്ങൾ ക്ഷമിക്കില്ല. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ശരത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന് പിന്നെ ഇല്ലാതായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ദേവിക അത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ദേവികയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ ചെയ്ത് കാണിച്ചിരിക്കും. അപ്പോൾ എൻ്റെ മോളെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരും. ശരത്തിനെ കൊന്ന് അവൾ ജയിലിൽ പോയി കിടക്കുന്നത് അത് എനിക്ക് കാണാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പ്രഭാവതി പറയണ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ല. എന്നാലും ഞാൻ അവനോട് പറഞ്ഞു നോക്കാം. എങ്ങനെയെങ്കിലും ഞാൻ അവനെ പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കിക്കോളാം. അവൻ ഇവിടെ നിന്നും വരാൻ തീരെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ മനോഹരൻ പറയണ, അവൻ ഇവിടെ നിന്ന് വരാൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന് ദേവികയിലാണ് കണ്ണുള്ളത്. പക്ഷേ അവൻ്റെ ആ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ദേവിക തീരുമാനിച്ചത് ചെയ്ത് കാണിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനോഹരനകത്ത് പോകുന്നത്. അപ്പോൾ പ്രഭാവതി, എങ്ങനെ ഞാൻ ശരത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും? അവനാണെങ്കിൽ ഒരിക്കലും വരില്ല. ദേവിക പറഞ്ഞതുപോലെ ചെയ്യും. മനോഹരൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സമയം ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് കേട്ടോ. സിദ്ധുവിനോടും അച്ഛനോടും രംഗനോടും പറയുന്നത്, ആ ദേവിക എന്ത് കാരണം കൊണ്ടാണെങ്കിലും ശരി ഇവിടേക്ക് വരാൻ എനിക്ക് അത് സമ്മതമില്ല. ഞാൻ ഇവിടേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അച്ഛനും സിദ്ധുവും രംഗനും പറയുകയാണ്, എന്താ ചന്ദ്ര അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? ദേവിക ഞങ്ങളെ കാണാൻ വരുന്നത് പ്രേമയുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ, നിന്റെ ആവശ്യമൊന്നും നിന്റെ സമ്മതമൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് സിദ്ധു പറയുമ്പോൾ, എൻ്റെ സമ്മതം നിങ്ങൾക്ക് ആവശ്യം തന്നെയാണ്. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു എന്ന് കരുതി ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ. കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരുന്നത് വരെ എനിക്കിവിടെ അധികാരത്തോടു കൂടി നിൽക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതുകൊണ്ട് ദേവിക ഇവിടേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത്. ദേവികയെ കണ്ടതോടുകൂടി ചന്ദ്ര പറയണ, നീ എന്തിനാണാവോ ഇവിടേക്ക് കെട്ടി എഴുന്നള്ളിച്ച് വന്നിട്ടുള്ളത്? അപ്പോൾ ദേവിക പറയണ, ഞാൻ നിന്നെ കാണാനല്ല, ഞാൻ സിദ്ധുവിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നീ ഇപ്പോൾ സിദ്ധുവിനെ ആശ്വസിപ്പിക്കാൻ ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. നിന്റെ വീട്ടിലും നിന്റെ അമ്മയെ കാണാനില്ലല്ലോ, പിന്നെ എന്തിനാണാവോ ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ നീ വന്നിട്ടുള്ളത്? അപ്പോൾ അച്ഛൻ പറയണ, അതാണ് ദേവികയുടെ നല്ല മനസ്സ്. ദേവിക അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടും ഇവിടെ പ്രേമയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നല്ലോ. അതാണ് അവളും നീയും തമ്മിലുള്ള വ്യത്യാസം. അവളുടെ മനസ്സ് അങ്ങനെയുള്ള മനസ്സാണ്, നിന്റെ മനസ്സ് പോലെയല്ല. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിച്ച് ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കത്തെ, അകത്ത്
കയറിപ്പോ ചന്ദ്രേ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ് സിദ്ധുവിൻ്റെ അച്ഛൻ. എന്നിട്ട് ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അച്ഛൻ നിന്നോടല്ലേ പറഞ്ഞത് അകത്ത് കയറിപ്പോവാൻ എന്ന് പറഞ്ഞതോടുകൂടി ചന്ദ്ര പിന്നെ അവിടെ നിന്ന് അങ്ങ് ദേവിച്ച് പിടിച്ച് ദേവികയെ നോക്കിയിട്ട് അങ്ങ് അകത്ത് പോവാട്ടോ. എന്നിട്ട് സിദ്ധു ദേവികയും കൂടി സംസാരിക്കുകയാണ്. പ്രേമേച്ചിയെയും അമ്മയെയും കാണാതായതിൻ്റെ പിന്നിൽ എനിക്കെന്തോ ഒരു സംശയമുണ്ട്. ഒരാൾ തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിറകിൽ. അവരെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് തന്നെയാവും അവർ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനത്തിലെത്തണം അവരെ കണ്ടെത്താൻ. ഇനിയിപ്പോൾ പോലീസിനെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? അങ്ങനെയാകുമ്പോൾ തടവിൽ പാർപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് അതൊരു ചെറിയ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് സിദ്ധു അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക എന്ന് പറയട്ടോ. അപ്പോൾ സിദ്ധു പറയണ ഇതുവരെയും നാണക്കേട് ഓർത്തിട്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ദേവിക പറയണേ നാണക്കേടിനേക്കാളും ഏറ്റവും വലുത് നമുക്ക് അവരെ തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലേ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് സിദ്ധു അവരെ കാണാത്തതിൻ്റെ പേരിൽ പത്രത്തിൽ ന്യൂസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് നമുക്ക് അവരെ കണ്ടെത്തുന്നതിന് ഉപകാരപ്പെടും. അപ്പോൾ സിദ്ധു പറയണേ ഏതായാലും സ്റ്റേഷനിൽ പരാതി കൊടുത്തതല്ലേ, അപ്പോൾ ആദ്യം അവരുടെ പെർമിഷൻ വേണം. പത്രക്കാരത് ചോദിക്കും. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് സിദ്ധു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ കേട്ടോ. അങ്ങനെ പ്രേമയെയും പാർവതിയെയും പിടിക്കാൻ വേണ്ടി സിദ്ധുവും ദേവികയും കൂടി പത്രത്തിൽ ന്യൂസ് കൊടുക്കുകയാണ്. ഈ സമയം തങ്കച്ചിയുടെ ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുന്ന പാർവതിക്ക് ബോധം വരികയാണ് കേട്ടോ. അങ്ങനെ പാർവതി കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എവിടെയാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള ഭാവത്തിൽ പാർവതി അവിടെയൊക്കെ നോക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഇനി പാർവതി പ്രേമയെ അവിടെ കാണുന്നത്. പ്രേമയെയും ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ടാവും. തലയിൽ പരിക്ക് പറ്റിയ പ്രേമയുടെ തലയിൽ മുറിവ് കെട്ടിവെച്ചിരിക്കുന്ന നിലയിലാണ് പാർവതി ഇനി പ്രേമയെ കാണുന്നത്.